ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അർച്ചനയുടെ നോമിനേഷൻ വായിക്കുന്ന ആൾ പറയുന്നുണ്ട്, ഇതിൽ തടസ്സങ്ങളൊന്നും കാണുന്നില്ല, ഈ നോമിനേഷൻ ഞാൻ സ്വീകരിക്കുന്നു എന്ന്. അർച്ചനയ്ക്കും ദീപ്തിക്കും സന്തോഷമാകുമ്പം വിജയശങ്കറിനും ജഗദീഷിനും നല്ല ദേഷ്യമാണ്. രണ്ടുപേരുടെ നോമിനേഷൻ വന്ന സ്ഥിതിക്ക് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുക. ഇലക്ഷൻ തീയതി പിന്നാലെ അറിയിക്കും. അത് കേൾക്കുമ്പോൾ ദേഷ്യത്തോടെ വിജയശങ്കർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ചന്ദ്രലേഖയെ എല്ലാം കൊണ്ടും ദേഷ്യത്തിലാണ്. ACP അടിച്ചതും അച്ചു അറസ്റ്റ് ചെയ്തതും മുകുന്ദനും അർച്ചനയും വെല്ലുവിളിച്ചതും ഒക്കെ ഓർത്തിട്ട് ചന്ദ്രലേഖ ചിന്തിക്കുന്നുണ്ട്, അച്ചുവിന്റെ തൊപ്പി തെറിക്കണം. അവൻ പോലീസ് യൂണിഫോമിൽ ഉള്ളതുകൊണ്ടാണല്ലോ എന്നെ അറസ്റ്റ് ചെയ്തത്. അവനൊരു സസ്പെൻഷൻ എങ്കിലും കിട്ടണം. അതിനിപ്പോൾ എന്താ വേണ്ടത്? പ്രതി ലോക്കപ്പ് ചാടിക്കഴിഞ്ഞാൽ അച്ചുവിന് മിനിമം 3 മാസമെങ്കിലും സസ്പെൻഷൻ കിട്ടും. പക്ഷെ എങ്ങനെ ഇവിടെ നിന്ന് പുറത്ത് കിടക്കും? അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പം ചന്ദ്രയ്ക്ക് ഒരു ഐഡിയ കിട്ടും. പെട്ടെന്ന് തന്നെ ചന്ദ്ര പോലീസുകാരെ വിളിക്കുന്നുണ്ട്. അതേ, ആരെങ്കിലും അവിടെ ഉണ്ടോ? ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നേ. എന്തിനാ നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നതെന്ന് ചോദിച്ച് ഒരാൾ അങ്ങോട്ട് വരും. ചന്ദ്ര പറയും, ബഹളം വെച്ചതല്ല, ഒരു സഹായത്തിന് വിളിച്ചതാ, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. അവർ ചോദിക്കും, അരമണിക്കൂർ മുമ്പേ അല്ല നിങ്ങളിതിന് ബാത്റൂമിൽ പോയത്? ചന്ദ്ര പറയും, അതെ, പക്ഷേ എനിക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് ബാത്റൂമിൽ പോയേ പറ്റൂ. അവർ പറയും, ശരി, ഇപ്പം കൊണ്ടുപോവാം, പക്ഷെ എപ്പോഴും അത് പറ്റില്ല കേട്ടോ. ആ ശരിയെന്ന് ചന്ദ്രൻ പറയും. താക്കോൽ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അവർ പോകും. അങ്ങനെ അവർ ചന്ദ്രൻ കൊണ്ട് ബാത്റൂമിലേക്ക് പോകും. ഇത് തന്നെയാ പറ്റിയ അവസരം എന്ന് ചന്ദ്രൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ചന്ദ്രയോട് പോയി ബാത്റൂമിൽ കയറാൻ പറയുമ്പോൾ ചന്ദ്ര പറയും, നിങ്ങൾ മാറി നിൽക്കുക, എനിക്ക് കുറച്ച് പ്രൈവസി വേണമെന്ന്. അവർ പറയും, അതൊന്നും പറ്റില്ല, നീ വേഗം പോയിട്ട് വാ. ചന്ദ്ര ബാത്റൂമിൻ്റെ അങ്ങോട്ട് ചെന്ന് ഡോർ അങ്ങ് തുറക്കും. അത് കഴിഞ്ഞ് വേഗം വന്ന് ഈ പോലീസുകാരിയെ ആക്രമിച്ചിട്ട് ഓടാൻ ശ്രമിക്കും. ആ സമയം പോലീസുകാർ ചന്ദ്ര പിടികൂടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര അവരുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരെ ബലം പ്രയോഗിച്ച് ആ ബാത്റൂമിൽ കൊണ്ടുപോയി കയറ്റി പുറത്തുനിന്ന് അതങ്ങ് ലോക്ക് ചെയ്യും. എന്നിട്ട് വേഗം തന്നെ ചന്ദ്ര അവിടുന്ന് രക്ഷപ്പെടും. രാത്രിയിൽ അച്ചുവിന് ഫോൺ വരുന്നുണ്ട്. രുക്കു പറയും, അച്ചു ഇതേ ഫോൺ ബെല്ലടിക്കുന്നു എന്ന്. അച്ചു വന്ന് സ്റ്റേഷനിലാണല്ലോ എന്ന് പറഞ്ഞാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അവിടുന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അച്ചു, ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു, എപ്പോഴാ എന്നൊക്കെ ചോദിക്കും. പെട്ടെന്ന് തന്നെ കോളങ്ങ് കട്ടാവും. അച്ചു പോകാൻ തുടങ്ങുമ്പോൾ രുക്കു ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന്. നീ എന്താ ഡ്യൂട്ടിക്ക് പോയതാണോ? അച്ചു പറയും, അതെ, നിന്റെ ചന്ദ്രേച്ചിയെ ലോക്കപ്പ് ചാടിയെന്ന്. രുക്കു ചോദിക്കും, ചന്ദ്രേച്ചിയോ? അച്ചു പറയും, അതെ, അവർ ചെയ്തത് വലിയൊരു കുറ്റവാ. രുക്കു പറയും, പക്ഷെ ചന്ദ്രേച്ചി ലോക്കപ്പ് ചാടിയതൊന്നും ആയിരിക്കത്തില്ല, സ്റ്റേഷനിൽ ഇരുന്ന് മടുത്തപ്പം വെറുതെ പുറത്തേക്കൊക്കെ ഒന്ന് പോയതായിരിക്കും. അത് കേൾക്കുമ്പോൾ അച്ഛനും അങ്ങ് ദേഷ്യം വരും. ദേ രുക്കു, നിന്റെ ചന്ദ്രേച്ചിയെ വെറുതെ വെള്ള പൂശാൻ നിൽക്കരുത്. ഒരു വനിതാ പോലീസിനെ ആക്രമിച്ചാൽ അവർ രക്ഷപ്പെട്ടേക്കുന്നത്. ഞാൻ എന്താണെങ്കിലും പോയിട്ട് വരാം. രുക്കു പറയും, അച്ചു അതൊക്കെ സത്യമാണെന്ന് ആർക്കറിയാം? ഒരു പ്രതി രക്ഷപ്പെടുമ്പം പോലീസുകാർ പല കള്ളങ്ങളും പറയില്ലേ? ദേ, പോലീസിനെ കുറിച്ച് നീ ഒരു അക്ഷരം പറയരുത്. പോലീസിനെ ആക്രമിച്ച് പുറത്തേക്ക് പോയാൽ രക്ഷപ്പെടാനാണോ നിന്റെ ചന്ദ്രേച്ചി വിചാരിച്ചേക്കുന്നത്? അവർ കൂടുതൽ കുഴപ്പത്തിലേക്കാണ് ഇപ്പം ചെന്നേക്കുന്നത്. ഇന്ന് നേരെ പുലരുന്നതിന് മുമ്പ് അവരെ തൂക്കിയെടുത്ത് ഞാൻ അകത്തിടും. പിന്നെ നിന്റെ ചന്ദ്രേച്ചി പുറത്ത് വരില്ല, അവരെ അതിനുള്ളിൽ തന്നെ കിടക്കും. ഇതേ വകുപ്പ് വേറെയാ, ഞാൻ പോയി റെഡി ആവട്ടെ എന്നും പറഞ്ഞ് അച്ചു പോകുമ്പോൾ രുക്കു ചിന്തിക്കുന്നുണ്ട്, ചന്ദ്രേച്ചി ചാടിപ്പോയത് കുഴപ്പമാവുമോ? ചന്ദ്രേച്ചി എന്തിനാ ഇങ്ങനൊരു പണി കാണിക്കാൻ നിന്നത്? മുകുന്ദനും അർച്ചനയും കൂടി ഹാളിലിരുന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പോലീസ് വണ്ടി വരുന്നത്. അന്നേരത്തിന് തന്നെ അച്ചുവും റെഡിയായി വരും. രുക്കു മഞ്ജു എല്ലാം ഉണ്ട്. അർച്ചന ചോദിക്കുന്നുണ്ട്, അച്ചു നീ ഇതിപ്പോൾ എങ്ങോട്ട് പോവാ? അച്ചു പറയും, പോലീസ് സ്റ്റേഷനിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി ചേച്ചി, ചന്ദ്രേച്ചി ചാടിപ്പോയി. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മുകുന്ദൻ ചോദിക്കുമ്പോൾ അച്ചു പറയും, ഒരു വനിതാ പോലീസിനെ ആക്രമിച്ചാ അവർ രക്ഷപ്പെട്ടത്, ഞാനങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞാൽ അച്ചു അവിടുന്ന് പോകും. മഞ്ജു ചോദിക്കുന്നുണ്ട്, രുക്കു ഇത് സത്യമാണോ? രുക്കു പറയും, എനിക്കും അറിയില്ല. അച്ചു പറയുമ്പോഴാണ് ഞാനും കാര്യം അറിയുന്നത്. അർച്ചന പറയും, ചന്ദ്ര പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന പ്രതിയാ, പോലീസിനെ ആക്രമിച്ചാൽ രക്ഷപ്പെട്ടെങ്കിൽ അത് നിസ്സാര കാര്യമല്ല. ചന്ദ്രകാന്തത്തിലെ ചന്ദ്ര ഊരാക്കുടുക്കിലാവുമെന്ന് മുകുന്ദൻ പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ചന്ദ്രേച്ചി ഊരാക്കുടുക്കിലായാൽ അതഴിക്കാൻ അമ്പാട്ടുകാരുടെ സഹായമൊന്നും വേണ്ട, അതെൻ്റെ ചേട്ടൻ നോക്കിക്കോളും. അർച്ചന പറയും, നിനക്ക് അത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അത് ഞാൻ തിരുത്തുന്നില്ല. നിന്റെ ചേച്ചി ഇങ്ങനൊരു പണി ഒപ്പിച്ച സ്ഥിതിക്ക് നിന്റെ ചേട്ടനും ഈ ആത്മവിശ്വാസം ഉണ്ടാവണം. അതും പറഞ്ഞ് അർച്ചന പോകുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട്, പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെട്ട പ്രതിയെ തിരിച്ച് പോലീസിനെ കിട്ടിയ ഇടി ഉറപ്പാ. അതും പറഞ്ഞ് മുകുന്ദനും കൂടി പോകുമ്പോഴത്തേനും മഞ്ജു പറയുന്നുണ്ട്, കൊള്ളാം ചന്ദ്രേച്ചി ചെയ്തത്, വല്ലാത്തൊരു പണിയാണല്ലോ ഒപ്പിച്ച് വെച്ചത്. ഇനിയിപ്പം കേസ് മുറുകുമല്ലോ. ചന്ദ്രേച്ചിക്ക് ഇത് അറിയാത്ത കാര്യമാണോ? രുക്കു പറയും, എനിക്കറിയില്ല, ഇങ്ങനൊരു മണ്ടത്തരം ചന്ദ്രേച്ചി എന്തുകൊണ്ട് കാണിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചന്ദ്ര ഒരുവിധം വീടിൻ്റെ ഫ്രണ്ടിൽ വരെ എത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറി ഒളിച്ചിരിക്കണം എന്ന് ചിന്തിക്കുമ്പോഴാണ് പോലീസ് വണ്ടി വരുന്നത്. പെട്ടെന്ന് തന്നെ ചന്ദ്ര കാടിൻ്റെ ഇടയിലേക്ക് അങ്ങ് ഒളിച്ച് നിൽക്കും. അച്ചു ചെന്ന് കോളിംഗ് ബെൽ അടിക്കും. വിമല ആര്യോട് പറയുന്നുണ്ട് പോയി വാതിൽ തുറക്കാൻ. അച്ചു കയറി വരുമ്പോൾ വിമല ചോദിക്കും, എന്ത് പറ്റി അച്ചു, എന്താ ഇങ്ങോട്ട് വന്നത്? അച്ചു ചോദിക്കും, ഇവളുടെ അമ്മ ഇങ്ങോട്ട് വന്നോ? വിമല പറയും, ചന്ദ്രേച്ചി സ്റ്റേഷനിൽ നിന്ന് ചാടിപ്പോയിന്ന് രുക്കു വിളിച്ച് പറഞ്ഞിരുന്നു, പക്ഷെ ഇവിടെ എത്തിയിട്ടില്ല. സത്യം പറ ആര്യെ, നിന്റെ അമ്മ ഇവിടെ വന്നിട്ടില്ലേ? ആര്യ പറയും, ഇല്ല, അമ്മ സ്റ്റേഷനിൽ നിന്ന് ചാടിപ്പോയതറിഞ്ഞ് ഞങ്ങളെല്ലാം ഇവിടെ വിഷമിച്ചിരിക്കുക. അച്ചു മുറിയിലെല്ലാം കയറി നോക്കും. അവിടെയൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കി വിമലയോടും ആര്യോടും വന്ന് പറയും, പോലീസിനെ ആക്രമിച്ചാ അവരോട് നിന്ന് രക്ഷപ്പെട്ടേക്കുന്നത്, ഇവിടെ എങ്ങാനും എത്തിയ ആ വിവരം അന്നേരം തന്നെ പോലീസിനെ അറിയിക്കണം. കുറ്റവാളിയെ സംരക്ഷിക്കുന്നവരും കുറ്റവാളികളാവും, അത് ഓർത്തൊന്നും പറഞ്ഞ് അച്ചു അവിടെ നിന്ന് ഇറങ്ങും. ആര്യ ചെന്ന് വാതിലടച്ചിട്ട് വിമലയോട് പറയും, ആൻറ്റി അമ്മ വല്ലാത്ത കുഴപ്പമാണല്ലോ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. വിമല പറയും, അത് തന്നെയാണ് ഞാനും ഓർത്തത്, ചന്ദ്രേച്ചി എന്തിനാ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നിന്നത്? പോലീസുകാർ അവിടെ നിന്ന് പോയി കഴിയുമ്പം ചന്ദ്ര വന്ന് വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്.
ആര്യ നോക്കുമ്പോൾ ആരോ വാതിൽ പുറത്തുനിന്ന് തുറക്കാൻ നോക്കുക. ഇതാരാ ഈ സമയത്ത് വാതിൽ തുറക്കാൻ നോക്കുന്നതെന്നും വിചാരിച്ച് വിമലയെ അങ്ങോട്ട് വിളിക്കും. എന്താ മോളെന്ന് ചോദിക്കുമ്പോൾ ആര്യ വാതിലിൻ്റെ അങ്ങോട്ട് കാണിക്കും. വാതിലിൻ്റെ ലോക്ക് തുറക്കാനാണ് ശ്രമിക്കുന്നത്. വിമല ചോദിക്കുന്നുണ്ട് ആരായിരിക്കും ഇത്? ആര്യ ചോദിക്കും കള്ളന്മാർ വല്ല ആണോ? വിമല പറയും കള്ളന്മാർ എന്താണെങ്കിലും വാതിലിൽ തട്ടി തുറക്കാൻ ശ്രമിക്കില്ലല്ലോ, ഞാൻ പോയി നോക്കട്ടെ എന്നും പറഞ്ഞ് വിമല ചെന്ന് വാതിൽ തുറക്കും. അന്നേരം ചന്ദ്രയായിരുന്നു അത്. വേഗം തന്നെ അകത്തേക്ക് കയറി വരും. ആര്യ ചോദിക്കും അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ചന്ദ്ര ചോദിക്കും ഇങ്ങോട്ടല്ലാതെ ഞാൻ പിന്നെ എങ്ങോട്ടാ പോവേണ്ടത്? ചേച്ചിയെ തേടി പോലീസ് ഇപ്പം വന്നിട്ട് പോയതേ ഉള്ളൂ. ചന്ദ്ര പറയും ഞാൻ കണ്ടു, ജയിലിൽ ചാടുന്ന പ്രതിയെ നോക്കി പോലീസ് നടക്കുന്നത് പുതിയ കാര്യമൊന്നും അല്ലല്ലോ. ആര്യ അന്നേരം തന്നെ അച്ഛനെ കോൾ ചെയ്യുന്നുണ്ട്. ഫോൺ വിളിക്കുന്നുണ്ട്. ചന്ദ്ര ചോദിക്കും നീ ഇപ്പം ആരെയാണ് വിളിക്കുന്നത്? ആര്യ പറയും അമ്മ വന്ന അന്നേരം തന്നെ അച്ചുവെങ്കിലിനെ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു. ചന്ദ്ര ആര്യയുടെ നിന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങും. സ്വന്തം അമ്മയെ പോലീസിന് പിടിച്ചു കൊടുക്കുന്ന നീ ഒരു മകളാണോടി? ആര്യ പറയും പ്രതിയെ സംരക്ഷിക്കുന്നവരും പ്രതിയാവുമെന്ന് അച്ചുവെങ്കിൾ പറഞ്ഞു. ചന്ദ്ര പറയും അവൻ അങ്ങനെ പലതും പറയും, അതൊക്കെ ആരാ മൈൻഡ് ചെയ്യുന്നത്? അവൻ ഒറ്റ ഒരുത്തനാ എൻ്റെ ജീവിതം തൊലച്ചത്. അവൻ എന്നെ വഴിയതാരാക്കിയില്ലേ? ഇപ്പം പാത്തും പതുങ്ങിയും സ്വന്തം വീട്ടിൽ വന്ന് കയറേണ്ട ഗതികേടായി. അവൻ്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. അതിനുവേണ്ടിയാ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഞാൻ ചാടിയത്. വിമല ചോദിക്കും ചേച്ചി പോലീസിനെ ആക്രമിച്ചാണോ രക്ഷപ്പെട്ടത്? ചന്ദ്ര പറയും പിന്നെ അവിടുന്ന് ചാടി പോരണമെങ്കിൽ ആരെങ്കിലും ആക്രമിച്ചല്ലേ പറ്റൂ, ഒരു പോലീസുകാരെ തള്ളിയിട്ടിട്ടാ ഞാൻ പോകുന്നത്, അതിനാ ഞാൻ പോലീസിനെ ആക്രമിച്ചെന്നൊക്കെ അവൻ പറയുന്നത്. ആര്യ പറയും ഇത് നിസ്സാര കാര്യമല്ല അമ്മേ. വിമല പറയും ചേച്ചി ഇവിടെ നിൽക്കുമ്പോൾ അത് കൂടുതൽ പ്രശ്നമാവും. ചന്ദ്ര ചോദിക്കും എടി എൻ്റെ വീട്ടിൽ ഞാൻ നിൽക്കുന്നതിന് നിനക്കെന്നെ എത്ര ബുദ്ധിമുട്ട്? അച്ഛൻ വന്നോ മോളെ? ഇല്ലാന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും വിജയേട്ടൻ വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. നല്ല വിശപ്പ്, 2 ദിവസം എന്തേലും ഒന്ന് കഴിച്ചിട്ട് പോയി എന്തേലും വിളമ്പി താടി. അത് കേട്ട് വിമല അടുക്കളയിലേക്ക് പോകും. ചന്ദ്ര അവിടെ ഇരിക്കുന്ന പഴമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. വിജയശങ്കർ വീട്ടിലേക്ക് വരും. ആര്യയും വിമലയും വരുമ്പം ആര്യോട് ചോദിക്കുന്നുണ്ട് അമ്മയുടെ വിശേഷമൊക്കെ അറിഞ്ഞില്ലേ മോളെ? അറിഞ്ഞു എന്ന് ആര്യ പറയുമ്പം വിജയശങ്കർ പറയും എന്ത് ചെയ്യാനാ? ആ സമയമാണ് ഒരു ചിരിയോടെ ചന്ദ്ര അങ്ങോട്ട് വരുന്നത്. ചന്ദ്ര അവിടെ കണ്ട് വിജയശങ്കർ ഞെട്ടുന്നുണ്ട്. ചന്ദ്രേ നീ എന്ത് മണ്ടത്തരായി കാണിച്ചത്? അർച്ചനയുടെ മുന്നിൽ എന്നെ തോൽപ്പിക്കാനാണോ നീ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടി പോകുന്നത്? ചന്ദ്ര പറയും നിങ്ങളെ തോൽപ്പിക്കാനൊന്നുമല്ല അർച്ചന, നിങ്ങളുടെ മുന്നിൽ തല കുനിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വിജയശങ്കർ ചോദിക്കും എന്നിട്ട് നീ ഇതിനെ ഇങ്ങോട്ട് വന്നത്? ഇവിടുന്ന് നിന്നെ പോലീസ് പിടികൂടിയ ഞങ്ങളെല്ലാം കുഴപ്പത്തിലാവില്ലേ? വിജയേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങോട്ടല്ലാതെ ഞാൻ പിന്നെ എങ്ങോട്ട് പോകാനാ? വിജയശങ്കർ പറയും നീ ചെയ്തത് എത്ര വലിയ തെറ്റാന്ന് നീ മനസ്സിലാക്കുന്നില്ല ചന്ദ്രേ. ചന്ദ്ര പറയും നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, ഞാൻ ഇങ്ങോട്ട് വന്ന ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. വിമല പറയും ചേച്ചി ഇവിടുന്ന് പോലീസ് പൊക്കിയാൽ ഞങ്ങളെല്ലാം കൂട്ടുപ്രതിയാവില്ലേ? ആര്യം പറയും അതെ, അതിനെക്കുറിച്ച് അച്ഛൻ ഈ പറയുന്നത്. ചന്ദ്ര ചോദിക്കും ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? പോലീസിന് പിടികൊടുക്കണോ? അതെന്താണേലും പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യം നേടുന്നവരെ പോലീസിന് ഞാൻ പിടികൊടുക്കില്ല. വിജയശങ്കർ പറയും അങ്ങനെയെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. പിന്നെ അമ്മ എവിടെ താമസിക്കുമെന്ന് ആര്യ ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയും എവിടെയെങ്കിലും പോയി ഒളിച്ച് താമസിക്കട്ടെ. വിമല ചോദിക്കും ഇപ്പം ചേച്ചി എവിടെ പോകാനാ? എവിടെ ബന്ധുവീടുകളിൽ എവിടെ പോയാലും അവിടെയെല്ലാം പോലീസ് തിരക്കി വരില്ലേ? ചന്ദ്ര പറയും നിന്റെ വീട്ടിൽ എന്താണേലും എനിക്ക് താമസിക്കാൻ സൗകര്യം ഒരുക്കി തരണം വിജയേട്ടാ. കുറച്ച് ദിവസത്തേക്ക് ഞാൻ എന്താണേലും പോലീസിന് പിടികൊടുക്കില്ല. അച്ഛൻ്റെ തൊപ്പി തെറിക്കണം. അതിനുവേണ്ടി എനിക്ക് ഒളിച്ച് താമസിക്കാൻ പറ്റിയൊരിടം വേണം. ഏതാണേലും നീ വന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കുക, പക്ഷെ ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഒളിച്ച് താമസിക്കാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലം ഉണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതും പറഞ്ഞ് വിജയശങ്കർ മുറിയിലേക്ക് പോകും. ചന്ദ്രയ്ക്ക് എന്തൊക്കെയോ ഒരു വശപ്പിശക് തോന്നുന്നുണ്ട്. വിമല ചോദിക്കും ചേച്ചി പോലീസിന് പിടികൊടുക്കാതെ എത്ര നാളെ ഇങ്ങനെ ഒളിച്ച് താമസിക്കും? അമ്മേ പോലീസിന് പിടികൊടുക്കുന്നത് തന്നെയല്ലേ നല്ലത്. ചന്ദ്ര പറയും പറ്റില്ല ആര്യെ, നീ നിന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ച് ചോദിക്കേ എവിടെയെങ്കിലും എനിക്ക് കുറച്ച് ഇടം കിട്ടുമെന്ന്. ആര്യ പറയും അത് പറ്റില്ല അമ്മേ, അതൊക്കെ നാണക്കേടാ. ചന്ദ്ര ചിന്തിക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വിജയേട്ടൻ ചതിക്കുമോ? ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഈ സമയം രുക്കുവിനെ ആര്യ കോൾ ചെയ്യുന്നുണ്ട്. രുക്കു കോൾ അറ്റൻഡ് ചെയ്ത് ചോദിക്കും ആര്യ ചന്ദ്രേച്ചിയുടെ വിവരം എന്തെങ്കിലും കിട്ടിയോ മോളെ? ചന്ദ്രയാണ് രുക്കുവിനെ കോൾ ചെയ്യുന്നത്. ചന്ദ്ര പറയുന്നുണ്ട് ഇത് ഞാനോ രുക്കു? ചന്ദ്ര പെട്ടെന്ന് രുക്കുവിനൊരു ഞെട്ടലാണ്. ചന്ദ്രേച്ചി അവിടെ എത്തിയോ? ചന്ദ്ര പറയും ഞാനിപ്പോൾ ഇവിടെയുണ്ട്, പക്ഷെ ഞാനിവിടെ നിൽക്കുന്നത് സുരക്ഷിതയല്ല എന്നാ വിജയേട്ടൻ പറയുന്നത്. കുറച്ച് നാളത്തേക്ക് വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കണം. അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ ആരും അറിയാതെ ചന്ദ്രയെ അമ്പാട്ട് താമസിപ്പിക്കാൻ രുക്കു ശ്രമിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അത് അച്ചുവിനെ കൂടുതൽ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്.